ശങ്കർ എന്ത് തോന്നുന്നു ഈ സാമ്പത്തിക മാന്ദ്യം എന്നുള്ളത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഒരുപക്ഷെ ഫാക്ടറി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ്, താങ്കൾ ഈ മേഖലയിൽ കൺസ്ട്രക്ഷൻ രംഗത്തുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ്റെ ഇത് കുറഞ്ഞിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ഭയങ്കര ബൂമുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വസ്തു ഇടപാടുകൾ കാര്യമായിട്ട് നടക്കുന്നില്ല. ഫെയർ വാല്യൂ അതൊക്കെ ഇതിൻ്റെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ കയ്യിൽ കാശ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പല സ്ഥലങ്ങളിലും സ്ഥലം വാങ്ങിച്ചിട്ട് വിൽക്കാൻ പറ്റാതെ പല ഈ ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ തന്നെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് മേടിക്കുക, അടുത്ത ദിവസം കൂടുതൽ വിലയ്ക്ക് വിൽക്കുക. പക്ഷേ പലരും മേടിച്ചത് ഇപ്പോൾ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യം നമ്മളെയും ബാധിച്ചു എന്നുള്ളത് ശരിയല്ലേ? സാമ്പത്തിക മാന്ദ്യം ബാധിച്ചു എന്നുള്ളതല്ല, ഞാൻ കേരളത്തിൻ്റെ അതിഭീഷണമായിട്ടുള്ള, ഞാനതിൻ്റെ ഗൗരവം കുറച്ച് കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കേരളം വളരെ വലിയ ഒരു ഭീഷണി സാമ്പത്തിക രംഗത്ത്, സാമൂഹ്യ പരിരക്ഷാ രംഗത്ത്, അതാണ് അതിലേക്ക് ആ ഒരു വാക്കിലേക്ക് ഊന്നി വെച്ചാണ് ഞാൻ സാമ്പത്തിക ഭദ്രതയെ കാണുന്നത്. എങ്ങനെയാണ് സാമൂഹ്യ പരിരക്ഷ നമുക്ക് നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ല എന്നുള്ളതാണ്. ഈ സാമൂഹ്യ പരിരക്ഷയുടെ കാര്യത്തിനകത്ത് കേരളം വളരെ ശീഘ്രം പുറകോട്ട് പറയുന്നൊരു കാഴ്ചയാണ്. ഞാനൊരു പൊതുക്കാഴ്ചകളാണ് പറയുന്നത്. നമ്മുടെ വ്യവസായ രംഗം തകർന്നിരിക്കുന്നു, കാർഷിക രംഗം തകർന്നിരിക്കുന്നു. നമ്മുടെ പൊതുമൂലധനം നമ്മുടെ ജനങ്ങളാണ്. ജനങ്ങളുടെ അവരുടെ ഈ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള അറിവിൻ്റെ മേഖലയിലുള്ള ഒരു വലിയൊരു മൂലധനം കേരളത്തിലുണ്ട്. അതിനെ നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ ഫലപ്രദമായിട്ട് ചെയ്യുവാൻ കഴിയുന്നില്ല. കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്ത്, റെസ്പോൺസിബിൾ ടൂറിസം എന്നൊക്കെ പറയുന്ന രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമ്പത്തായിട്ടുള്ള പ്രകൃതി സമ്പത്തൊക്കെ തന്നെ വളരെ അതൊരു സന്തുലിതമായിട്ടുള്ള ഒരു വികസന തന്ത്രം ഒക്കെയാണെങ്കിൽ അതാണ് അവിടെയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി നമുക്ക് തീർച്ചയായും വേണ്ടത്. സന്തുലിതമായൊരു വികസന ഒരു തന്ത്രങ്ങളിലൂടെ കേരളത്തിനെ രക്ഷപ്പെടുത്തേണ്ട കാലമാണ്. ഞാൻ പ്രത്യേകിച്ച് വാസ്തുശില്പി എന്നുള്ള രീതിയിലൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ നിർമ്മാണ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കണക്കുകളൊട്ടും ആശാവഹമല്ല. നമ്മുടെ 1950കളിൽ വന്നിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ചില ഇടപെടലുകൾ, ഭൂപരിഷ്കരണ നിയമം പോലുള്ള ഇടപെടലുകൾ ആണ് കേരളത്തിനെ ഒരുപക്ഷെ ഭവന നിർമ്മാണ ദാരിദ്ര്യ മേഖലയിൽ നിന്ന് കേരളത്തിനെ മാറ്റി ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച അത്തരം ചില രാഷ്ട്രീയ ഇടപെടലുകളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ പിന്മാറിയിരിക്കുന്നത് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും പ്രാഥമിക ആവശ്യമായിട്ടുള്ള കെട്ടിട നിർമ്മാണ രംഗത്ത് പോലും അതിഭീഷണമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിൽക്കും. തൊഴിലാളികളുടെ അഭാവം തൊട്ട് നിർമ്മാണ വസ്തുക്കളുടെ അഭാവം തൊട്ട് പരിസ്ഥിതി സംരക്ഷണം തൊട്ടുള്ള ഒട്ടേറെ വെല്ലുവിളികൾ നമ്മൾ നേരിട്ട് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് എനിക്കൊന്ന് കാലം ആവശ്യപ്പെടുന്ന ഒരു ഇടപെടൽ. ശ്രീ വെഞ്ഞാറമൂട് ശശി, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നമുക്ക് ട്രേഡ് യൂണിയൻ രംഗത്ത് വലിയൊരു പാരമ്പര്യമുണ്ട്. തൊഴിലാളികൾ വളരെ സേവന സന്നദ്ധരായിട്ടുള്ള, പക്ഷേ നമ്മുടെ തൊഴിലാളികൾ പുറത്തു പോയാൽ നന്നായി ജോലി ചെയ്യുന്നു. ഇവിടെ കേരളത്തിൽ ജോലി ചെയ്യാൻ അവൻ്റെ ദുരഭിമാനം ഒരു ചുമട്ടുതൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു മാനുവൽ ലേബർ ചെയ്യുന്ന തരത്തിൽ 25 ലക്ഷം തൊഴിലാളികളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജോലിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ നമുക്ക് എന്തോ മലയാളിക്കൊരു ദുരഭിമാനമുണ്ടോ? ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് മോശമാണ്, പുറത്ത് പോയി ഗൾഫിൽ പോയി 60-50 ഡിഗ്രി ചൂടിൽ ഇത് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല, ശമ്പളം കൂടുതൽ ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റു സംസ്ഥാനത്തെ തൊഴിലാളികളാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് നമ്മളിപ്പം മാറി ചർച്ച ചെയ്യപ്പെടുകയാണ്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണത്തിലല്ല, 17,000 കോടി രൂപയാണ് സംസ്ഥാനത്ത് നിന്ന് മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സാമ്പത്തിക രംഗം. ഞാനത് താങ്കൾ ചോദിച്ച കാര്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ 1-2 കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു ചർച്ച നടക്കുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ ചില നിലപാടുകൾ പറയേണ്ടി വരും. ഒന്ന്, ഇവിടെ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് പറഞ്ഞു, ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം എന്നാണ്. മദ്യത്തിൽ നിന്ന് മാത്രമാണോ വരുമാനം എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു സോഴ്സ് അതൊരു വരുമാനം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതങ്ങനെ വരുമാനം വരുന്നതിനെ മദ്യ നിരോധനം നടപ്പിലാക്കി മദ്യത്തിൻ്റെ ആസക്തി കുറയ്ക്കാനുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്ര വിദേശ മദ്യ ഷാപ്പുകൾക്കാണ് അനുവാദം കൊടുക്കുന്നത്? പഞ്ചായത്തുകൾ തോറും ഇപ്പോൾ വിദേശ മദ്യ ഷാപ്പിന് അനുവാദം കൊടുക്കുകയും അതിൻ്റെ NOC കൊടുക്കാനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക. കേരളത്തിൻ്റെ പരമ്പരാഗതമായൊരു മദ്യമുണ്ട്, അത് മദ്യമല്ല, കള്ളുചത്ത് വ്യവസായത്തെ സംരക്ഷിക്കാൻ എന്തെങ്കിലും നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു? ഇന്ന് കേരളത്തിലെ കള്ളുചത്ത് വ്യവസായം ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഇതെല്ലാം കള്ള് ഷാപ്പുകൾ അടങ്ങി നടക്കുകയാണ്. പക്ഷെ അതിനെക്കുറിച്ച് വരുന്ന ഏറ്റവും വലിയ ആക്ഷേപം, കള്ള് ചെത്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെത്തുന്ന തെങ്ങും കിട്ടുന്ന കള്ള് എത്രയാണെന്ന് അറിയാം, പക്ഷെ അതിൻ്റെ 100 ഇരട്ടിയാണ് കള്ള് ഇവിടെ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ചാരായം ചേർത്ത് വിൽക്കുന്നു എന്ന് വലിയ വ്യാപകമായ ആക്ഷേപം ഉണ്ടായും റെയ്ഡ് നടത്തി അത് എല്ലായിടത്തും പിടിക്കുകയും ചെയ്തു. കുഞ്ഞ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്ത് തറയിലടിക്കില്ലല്ലോ.
ഇപ്പം കള്ള് വ്യവസായം നിലനിർത്താനുള്ള യഥാർത്ഥ കള്ള് ആ വ്യവസായം ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. എക്സൈസ് വകുപ്പ് സ്വീകരിക്കണം. എക്സൈസ് വകുപ്പാണ് ഈ കള്ളിന് പകരം ചാരായം വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ചാരായത്തിലും വിഷം ചേർക്കുന്നുണ്ട്, കള്ളിലും വിഷം ചേർക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്. അതുകൊണ്ട് കള്ള് പാടില്ല എന്നുള്ള അത് ഒരു കാര്യം. രണ്ട്, നമ്മുടെ നാട്ടിലെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തിയിരിക്കുന്നത് കൃഷിയാണ്. കൃഷിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഗവൺമെൻറ് തന്നെ പറയുന്നത് 3% താഴെയാണ് കാർഷിക രംഗത്തെ വളർച്ചയെന്ന്. ഇന്ത്യയിലെ മൊത്തം സാമ്പത്തിക വളർച്ച 5% താഴെയാണ്. അമേരിക്കയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ഇന്ന് സാമ്പത്തികമായി മൂക്കുകുത്തിയിരിക്കുക. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ പത്രങ്ങളിൽ വന്ന അമേരിക്കൻ ബാങ്കുകൾ, ആ ബാങ്കുകൾ തകർന്നപ്പോൾ $3500 കോടി ആ ബാങ്കുകൾ രക്ഷിക്കാൻ അമേരിക്കൻ ഖജനാവിൽ നിന്ന് കൊടുത്തത്. എന്നിട്ടും രക്ഷപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? അതൊരു സാമ്പത്തിക നയമാണ്. ആ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ, കോർപ്പറേറ്റുകളെയും കുത്തകകളെയും സഹായിക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾ നടപ്പിലാക്കി. അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇവിടുത്തെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളും സാമ്പത്തിക സ്ഥിതിയും ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബാങ്കുകൾ ദേശസാൽകൃതമായതുകൊണ്ടാണ്. എന്നാൽ അത് കഴിഞ്ഞ് പിറ്റേന്ന് ഉടൻ തന്നെ നടപടി എന്താണ്? SBTയും SBIയും തമ്മിൽ സംയോജിപ്പിക്കുക. ന്യൂ ജനറേഷൻ ബാങ്കുകൾ. എത്ര ബാങ്കുകൾക്ക് ഇപ്പോൾ ഇന്ത്യയിലെ കുത്തകകൾ അപേക്ഷ കൊടുത്തിട്ടിരിക്കുന്നത്? അങ്ങനെ പൊതുമേഖലാ വ്യവസായങ്ങളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് കോർപ്പറേറ്റ് അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ദുരന്തം ആവർത്തിക്കപ്പെടും. ഇവിടെ ശങ്കറും ഇവരൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് കേരളത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടലോടുകൂടി ഭൂപരിഷ്കരണ നിയമം അടക്കമുള്ള കാര്യങ്ങൾ മാറ്റം കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നിർമ്മാണ മേഖല അടക്കം വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു. ഈ BJP ഒരു കാഴ്ചപ്പാടിൽ കേരളത്തിൻ്റെ ഈ രംഗത്ത് എന്ത് മാറ്റമാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്നത്? കാരണം ഇതുവരെ ഇപ്പോൾ 2 പക്ഷങ്ങളാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നത്. BJP ഇതുവരെ ആ തരത്തിൽ ഇത് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് BJPക്ക് ഉണ്ടോ? ഞാനത് പറയാം. ഇതിനകത്തൊരു വളരെ ഗൗരവമായ വിഷയം, ഇതൊരു വലിയ ചർച്ചയാണ്, നിസ്സാരവൽക്കരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ചർച്ചയാണ്. ഇതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നികുതി ഇനത്തിൽ വരേണ്ട തുകകൾ എന്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചെടുക്കുന്നില്ല? ഏറ്റവും സ്വർണ്ണ വിൽപ്പന കൂടുന്നു, എന്തുകൊണ്ട് നികുതി വരുന്നില്ല? മോട്ടോർ വാഹനം ദിവസവും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്, ധാരാളം വാഹനങ്ങൾ നിരത്തിലിറങ്ങും. പക്ഷേ എന്തുകൊണ്ട് അതിന് ആനുപാതികമായ നികുതി ഖജനാവിലേക്ക് വരുന്നില്ല? മദ്യം വിൽപ്പന കൂടുകയാണ്, മദ്യം വിൽപ്പന കുറയുന്നു അല്ല, മദ്യം വിൽപ്പന കുറയുന്നില്ല, മദ്യം വിൽപ്പന കൂടുകയാണ്. അതിന് ആനുപാതികമായി എന്തുകൊണ്ട് ഖജനാവിലേക്ക് പണം വരുന്നില്ല? അതുപോലെ തന്നെ വിൽപ്പന നികുതി ഇനത്തിൽ കോടിക്കണക്കിന് രൂപ എന്തുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുന്നില്ല? ഇത് പരിഹരിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഈ രാജ്യം, ഈ കേരളം നമ്മളുടെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഈ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ച് വികസന കാര്യങ്ങളിൽ ഒന്നിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റ് സംസ്ഥാനങ്ങളോട്, അയൽ സംസ്ഥാനങ്ങളോട് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ തമിഴ്നാടായിരുന്നാലും കർണാടകമായിരുന്നാലും വികസന കാര്യങ്ങളിൽ അവർക്ക് രാഷ്ട്രീയമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഒരു BJPക്കാരനും കോൺഗ്രസ്സുകാരനും മാസ്റ്റർകാരനും കൂടെ രാഷ്ട്രീയമേ പറയൂ. അവൻ വികസനമായിരുന്നാലും സാമ്പത്തികമായാലും. കേരളത്തിൻ്റെ ശങ്കർ സാർ പറഞ്ഞാണ് ശരി, രാഷ്ട്രീയ ഇടപെടൽ പറഞ്ഞില്ല, ഭൂപരിഷ്കരണ നിയമം അംഗീകരിക്കുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായതോ 85-ൽ നമ്മളുടെ പ്രിഡിഗ്രി ബോർഡ് കൊണ്ടുവന്നു, അതിനെ എതിർത്തു. കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, അതിനെ തള്ളിത്തകർത്തു. കാർഷിക രംഗത്ത് പുത്തൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ആ മിഷനുകളെല്ലാം കൊയ്ത്തന്ത്രം ഉൾപ്പെടെയുള്ളത് തള്ളിത്തകർത്തു. നമുക്ക് പരിഷ്കാരങ്ങളാണ് ആവശ്യം. നമുക്ക് സാമ്പത്തികമായും സാമൂഹ്യ സുരക്ഷയുമായും മുന്നേറണമെങ്കിൽ നമുക്ക് പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങൾ മുഴുവൻ എതിർക്കുകയും എന്നിട്ട് വാതോരാതെ വലിയ വായിൽ വാചകം അടിച്ചിട്ട് എന്താ കാര്യം? പരിഷ്കാരങ്ങൾ അംഗീകരിക്കുകയും ആ പരിഷ്കാരങ്ങളിലൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള പദ്ധതികൾ അംഗീകരിക്കുകയും വേണം. അത് പരിഷ്കാരങ്ങൾ വരുമ്പോൾ അതിനെ കണ്ണുടച്ച് രാഷ്ട്രീയം, അത് കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ എതിർത്ത് കളയാമെന്ന് പറയുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയ മാനസികാവസ്ഥ, സങ്കുചാവസ്ഥ മാറ്റി നിർത്തിയാലേ കേരളത്തിന് രക്ഷയുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയമെങ്കിലും ഒന്ന് കണ്ടുപഠിക്കണമെന്നുള്ളതാണ്. ശ്രീ വെഞ്ഞാറമൂട് ശശിന്ദു തോന്നുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെയുള്ളൊരു വലിയ ആക്ഷേപമാണ്. കാരണം തമിഴ്നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതുപോലെ ശക്തമല്ല. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിങ്ങൾ തമ്മിലുള്ള കലഹമാണ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത്. തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകമൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തെ കാണുന്നു എന്നുള്ളൊരു ഇതാണുള്ളത്. വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാഴ്ചപ്പാട് വേണം. വികസനത്തിൽ എല്ലാവരും യോജിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കും.
രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിച്ച് നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷെ വികസനം എങ്ങനെ, ആർക്ക് എന്നുള്ളതാണ്. ഇന്ത്യയെ പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു സംസ്ഥാനത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ അടിത്തട്ടിൽ കഴിയുന്ന ഒരു മഹാഭൂരിപക്ഷം ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക് ആഹാരം വേണം, അവർക്ക് പാർപ്പിടം വേണം, വിദ്യാഭ്യാസം വേണം, ആരോഗ്യ സംരക്ഷണം വേണം, തൊഴിലവസരങ്ങൾ വേണം. അങ്ങനെ അതെല്ലാം നൽകാൻ കഴിയുന്ന ഒരു നയം നടപ്പിലാക്കുന്നത് ആരാണോ ആ നയത്തിന് വേണ്ടി നമ്മളെല്ലാവരും നിൽക്കണം. അല്ല, ഇതിൽ ഒരു ഇപ്പോൾ ആഹാരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പ്രതികരണങ്ങളിലൊക്കെ പറഞ്ഞു, കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നില്ലെങ്കിൽ ഇവിടെ പിറ്റേ ദിവസം മലയാളി കഞ്ഞി കുടിക്കാത്ത അവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ ഒന്നും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. 5% 10% നമ്മുടെ കയ്യിൽ നിന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം വരേണ്ടേ? ഈ നികുതി വരുമാനം പിരിച്ചെടുക്കുന്നതിനുള്ള ഒരു വേർതിരിവ്, സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നുള്ള നികുതി കൃത്യമായി പിരിക്കുകയും കോർപ്പറേറ്റുകളിൽ നിന്നുള്ള നികുതികൾ പിരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് നികുതി പിരിക്കുന്നതിൽ പോലും രാഷ്ട്രീയം കളിക്കുന്നുവോ എന്നൊരു സംശയം വരുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നികുതി പിരിക്കുന്നതിൽ തന്നെ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ഒരു സംശയം ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വ്യവസായങ്ങൾ വരാത്തത് കൊണ്ടാണ് ഈ കേരളത്തിൻ്റെ വികസനം മുന്നോട്ട് പോകാത്തത്. വ്യവസായം വരണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ചർച്ചകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പറയുന്നത് ഇവിടുത്തെ പണിമുടക്കും ഹർത്താലുകളും, ഏത് കാര്യത്തിനും ഹർത്താൽ, എന്തിനും